ഷിഫ്റ്റ് കഴിഞ്ഞുള്ള എൻ്റെ ഒരു വൈകുന്നേര സമയങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം ഉണ്ട് വീട്ടിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും നല്ല അടിപൊളി ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ. അതൊക്കെ കണ്ട് ലൈറ്റായിട്ടുള്ള ഒരു സോങ് ഒക്കെ കേട്ട് അങ്ങ് പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ നാട്ടിലത്തെ പോലെ ഭയങ്കരമായിട്ടുള്ള ചൂടുമില്ല, ആ ഒരു ഇളം വെയിലും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസമാണ്. വന്ന ഉടനെ ഫസ്റ്റ് പണിയെന്ന് പറയുന്നത് ഫുഡ് കഴിയുക. അതിനുശേഷം എൻ്റെ റൂമിലൊരു ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ഡ്രൈ ആയിട്ടുള്ള ലീവ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ കഴുകിയിട്ടിരുന്ന തുണിയെല്ലാം ഉണങ്ങിയിരുന്നു, അതെല്ലാം അടുക്കി ഷെൽഫിലേക്ക് വെച്ചു. നേരെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ കുളിക്കാനായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സമയം എടുക്കും. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്രഷ്നെസ്സാണ്. പിന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് തുവർത്തി അപ്പോഴേക്കും നല്ല ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും കേട്ടോ കുളിച്ച് കഴിയുമ്പോഴേക്കും. പിന്നെ എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഞാൻ ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം കേട്ടോ. അടിപൊളി സാധനമാണ്, വെയിറ്റ് ചെയ്യേ. അതിനുശേഷം ഞാൻ രാത്രിയേക്ക് പാസ്ത കഴിച്ചു. അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നതെന്ന് വിചാരം കാണും, കാരണം ഞാൻ ഇടയ്ക്ക് ഗിറ്റാർ ഒന്ന് പഠിക്കുമായിരുന്നു, പിന്നെ ഒന്ന് കിടക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുടി ഫുള്ളും ജടയൊക്കെ അറുത്തിട്ട് നമ്മൾ സ്കിൻ കെയറിലോട്ട് പോകാം. അതിന് മുന്നേ ഞാനൊരു ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നാച്ചുറൽ ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതിനുശേഷം നമ്മുടെ ബാലു ഹെർബൽസിൻ്റെ ഗ്ലോയിങ് ഫേസ് ഓയിൽ ഇട്ടു. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ശേഷം നമ്മുടെ വാസ്ലിൻ്റെ ഈ ഒരു ലിബാം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാം കേട്ടോ. അടിപൊളി സാധനമാണ്. പിന്നെ നമ്മുടെ കർട്ടൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബബ്ലുവിനെ അടുത്ത് കിടത്തി ഉറക്കി.